ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ ഫാൻ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അത് പാക്കറ്റിൽ പല പല പീസായിട്ട് പല പല കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അത് ഫിറ്റ് ചെയ്ത് അത് കറക്കി എടുക്കുന്നോടം വരെയുള്ള നടപടിക്രമങ്ങളാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഓരോരോ പീസുകളായിട്ട് പാക്കറ്റിൽ കിട്ടും. നമുക്ക് അത് ഇച്ചിരി ശ്രമിച്ചാൽ നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിത് അറിയത്തില്ല എങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയർ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾ വന്ന് ഫിറ്റ് ചെയ്തൊക്കെ തരും. അപ്പം അതുകൊണ്ട് നമുക്ക് താമസം വരും, ഒരു ദിവസമൊക്കെ ചിലപ്പോൾ താമസം വന്നിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്ത്, ഇപ്പം നല്ല വേനൽക്കാലമാണ്, നല്ല ഉഷ്ണതരംഗമാണ്, ഇപ്പോൾ ഫാനില്ലാതെ പറ്റത്തില്ല, കൂളറില്ലാതെ പറ്റത്തില്ല, AC ഇല്ലാതെ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലാണ് നമ്മളിപ്പം ഈ ഫാനുകൾ കൂടുതലായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെയുള്ള ചൂടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇതിൻ്റെ പിരി എന്ന് പറഞ്ഞാൽ അഴിക്കുന്നത് ശ്രദ്ധിച്ചോ, അത് ഇടത് ഭാഗത്തേക്കാണ് അത് മുറുക്കുന്നത്. അപ്പോൾ വലതുഭാഗത്തേക്ക് തിരിച്ചാണ് നമ്മളത് അഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിരീഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റൊട്ടേഷൻ്റെ പ്രത്യേകത ഉണ്ട്. ഒരു കാരണവശാലും ലീഫ് തെറിച്ച് പോകാതിരിക്കാൻ, അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ലീഫ് ഫിറ്റ് പിരിയ് അത് ഇടത് സൈഡിലേക്കാണ് ടൈറ്റ്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വലത് സൈഡിലോട്ട് തിരിച്ചത് പൊട്ടിച്ച് കളയരുത്. അതുകൂടാണ്ട് നമ്മളിതിൻ്റെ ഗ്രില്ല് വെക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ചെറിയ 2 സ്ക്രൂകൾ ഉറപ്പിക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഹോള് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മളത് വെക്കാനായിട്ട്. അതിനകത്ത് കറക്റ്റ് ആ ഹോളിൽ വരണം. പല ഹോളുകളും അടുത്തടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മൾ എല്ലാ ഹോളിലും അതങ്ങനെ വരരുത്. കറക്റ്റായിട്ട് എൻ്റെ ഹോള് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹോള് ആ മുറുക്കാത്ത രീതിയിൽ വേണം നമ്മളവിടെ സെറ്റപ്പ് ചെയ്ത് നമ്മൾ പിടിപ്പിച്ച് വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് സൂട്ടായിട്ടിരിക്കുകയുള്ളൂ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൂടാണ്ട് എൻ്റെ റൗണ്ട് ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൂടാണ്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഗ്രില്ലിട്ട് മുറുക്കിയതിന് ആദ്യത്തെ അകത്തുള്ള ഗ്രില്ലിട്ട് ശരിക്കും മുറുക്കി അത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കണം. കാരണം വെച്ചാൽ അത് ശരിക്കും നമ്മൾ കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ഫാന് വർക്ക് ചെയ്യുന്ന സമയത്ത് പതിയെ അനങ്ങിയൊക്കെ അത് പുറത്തേക്ക് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇളകി പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് മുറുക്കുമ്പോഴത്തേക്ക് വളരെ ടൈറ്റായിട്ട് വേണം നമ്മളത് മുറുക്കി വെക്കാൻ. എന്തെങ്കിലും കണ്ടമാനം ടൈറ്റാക്കി നമ്മളത് പൊട്ടിച്ചൊന്നും കളയാനായിട്ട് നമ്മൾ പാടില്ല. അതിനുശേഷം നമ്മൾ ലീഫ് വെക്കുന്ന സമയത്ത് അതിന് സെൻറ്ററിൽ ഒരു ആക്സിലുണ്ട്. ആ ആക്സിലിൻ്റെ ആ ഭാഗത്തിൻ്റെ ചെറിയൊരു കമ്പിയായിട്ട് ചെറിയൊരു കമ്പി നീണ്ടു നിൽക്കും. ആ കമ്പിയുടെ അതിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വേണം. കാരണം ഈ ലീഫ് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് അതിൻ്റെ ആ വിടവിലേക്ക് നമ്മൾ കയറ്റി വെച്ചതിന് ശേഷം വേണം ലീഫ് വെക്കാൻ. ലീഫ് വെച്ച് നമ്മളിതിങ്ങനെ മുറുക്കി ഒക്കെ അങ്ങ് വെക്കുക. മുറുക്കി തിരിച്ച് കറക്റ്റായിട്ട് വെച്ച് ഇടത്തേക്കാണെന്ന് ടൈറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇടത്തേക്കൊക്കെ നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്ത് വെക്കുക. ഒരു കാരണവശാലും അത് ഊരി പോരത്തില്ല. അതിനുശേഷം നമ്മൾ അടുത്ത ഗ്രില്ലുകൾ നമ്മൾ വെക്കുക. അടുത്ത ഗ്രില്ല് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെ അതിൻ്റെ എംബ്ലമൊക്കെ ഉണ്ട്. ആ എംബ്ലമൊക്കെ കറക്റ്റായിട്ട് നമ്മൾക്ക് ഫേസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നേരെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളത് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ അവനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എംബ്ലമൊക്കെ നമ്മുടെ നേരെ തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ശരിയാക്കി കറക്റ്റാക്കിയിട്ട് നമ്മളത് വെക്കുന്നത്. അത് ശരിക്കും നമ്മൾ ടൈറ്റ് ചെയ്തൊക്കെ വെക്കുക. അതിന് ശേഷം നമുക്കിത് ഫിറ്റ് ചെയ്യാവുന്നതാണത്. അപ്പോൾ ഗ്രില്ല് വെക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഗ്രില്ല് നിർബന്ധമായിട്ടും നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ പാഴ്സുകളൊന്നും ലൂസായിട്ടിരിക്കാൻ പാടില്ല. ഇത് ചലിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ചെറിയ ലൂസോ കണക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് തെറിച്ച് അനങ്ങിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലീവ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, റൗണ്ടുണ്ട്. അത് നമ്മൾ അതിൽ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് വെക്കുക. അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അത് ശകലം ബാലൻസ് വേണം ഇത് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. കറക്റ്റ് ഒത്തിരി ലൂസും ആകരുത്, ടൈറ്റും ആകരുത്. ആ രീതിക്ക് നമ്മളത് ലൂസ് ചെയ്തിട്ട് വേണം കറക്റ്റായിട്ട് അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മളത് കയറ്റി വെക്കാനായിട്ട്. അത് വെക്കുന്ന സമയത്ത് വെച്ചതിന് ശേഷം നമ്മൾ മുറുക്കി കൊടുത്താൽ മതി. ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു കാരണവശാലും പോകത്തില്ല. നമുക്ക് പിന്നീട് കരട് പൊടി അതുപോലെയൊക്കെ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലീവൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് ഇത് അഴിച്ച് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്.
അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആ ഫ്രണ്ട് ഗ്രില്ല് അഴിക്കാവുന്ന രീതിയിൽ നമ്മൾ വെച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ റിപ്പയർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് തുറന്നൊക്കെ എടുക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ട് നമ്മൾ മുറുക്കുക. ഇത് മുറുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടമാനം ടൈറ്റ് ചെയ്യരുത്. ഒരു മിനിമം ടൈറ്റേ ചെയ്യാവുള്ളൂ. കണ്ടമാനം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതിനുശേഷം നമ്മളിത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫിറ്റിയിൽ ഏകദേശം നമുക്ക് കാറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ദൂരം കണക്ക് കൂട്ടിക്കൊണ്ട് ആദ്യം ഇതിൻ്റെ കൂടുതൽ ക്ലാമ്പ് കിട്ടും. ആ ക്ലാമ്പ് വെച്ചിട്ട് അതിൻ്റെ ഹോളുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ ഹോളുകളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഡ്രില്ല് ചെയ്ത് തുളയ്ക്കുക. 1.5 ഇഞ്ച് 2 ഇഞ്ച് ഉള്ള അളവിലുള്ള സ്ക്രൂകളാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് മുറുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് ഇത് വാൾ ഫാൻ ഫിറ്റ് ചെയ്ത് മുറുക്കി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സീലിംഗ് ഫാനിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ സീലിംഗ് ഫാനിന് നമുക്ക് ഒറ്റ രീതിയിൽ ഈ കാറ്റ് മുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും കാറ്റ് എല്ലാ ഭാഗത്തേക്കും തിരിച്ച് പോകാത്തക്ക രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫായിട്ട് തിരിയുന്ന ഒരു ഫാനാണ്. വാൾ ഫാനുകളെല്ലാം ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. എങ്കിൽ തന്നെയും നമുക്ക് മുറിയിൽ എല്ലാ ഭാഗത്തേക്കും കാറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഏകദേശം ലെവൽ ഒത്തിരി ടോപ്പല്ല എന്നാൽ കൈയിട്ട് മുട്ടുകയും ചെയ്യരുത്. ആ ലെവൽ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളത് ഫിറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ട് നമുക്കത് ഊരിയെടുക്കുകയും ചെയ്യാം. ഈ ഒരു ക്ലാമ്പ് മാത്രമേ ടൈറ്റായിട്ടിരിക്കുന്നുള്ളൂ. ഈ ക്ലാമ്പിലേക്ക് നമ്മുടെ ഫാനിൻ്റെ പുറകിലുള്ള ഹുക്ക് അങ്ങ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ ഫാനിലേക്ക് കൊടുക്കേണ്ട കറണ്ട്, അതിൻ്റെ ഒരു പ്ലഗ്, അതിൻ്റെ വയർ സംവിധാനങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ വയറിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ വളരെ എളുപ്പമാണ്. പുതിയ വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വാൾ ഫാൻ ഫിറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു പ്ലഗ് സ്വിച്ചുകളൊക്കെ അവിടെ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ അത് ക്ലാമ്പിട്ട് അവിടെ നമ്മൾ മുറിക്കിട്ടുണ്ട്. അതിനുശേഷം പതിയെ ഇത് കയറ്റി അങ്ങ് വെക്കുക, ആ ഹുക്കിലേക്ക് വെക്കുക. കാരണം ഇതിനൊരു 3-4 കിലോ വെയിറ്റൊക്കെ അടുത്ത് മാക്സിമം വരുന്നതുകൊണ്ട് നമ്മൾ ഹുക്കൊക്കെ നല്ല രീതിയിൽ വേണം പ്രവർത്തിപ്പിച്ച് അവിടെ പിടിപ്പിച്ച് വെക്കാൻ. അല്ലെങ്കിൽ പിന്നീട് നനങ്ങി അല്ലെങ്കിൽ കറങ്ങി കാലപ്പഴം കൊണ്ട് അവിടെ നിന്ന് എങ്ങാനും താഴത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും തലയിൽ വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വരും. അതുകൊണ്ട് നമ്മൾ വാൾ ഫാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അത് മുറുക്കി വെക്കുക. നമ്മളതിപ്പം നല്ല രീതിയിൽ മുറുക്കിയൊക്കെ വെച്ച് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ സൈഡുകളിലേക്കൊക്കെ പോകത്തക്ക രീതിയിൽ നമുക്കിത് അലൈൻമെൻറ്റ് ചെയ്ത് വെക്കണം. കാറ്റുകൾ ഏത് ഭാഗത്താണ് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ആ ഫാനിൻ്റെ ലെവൽ നമുക്ക് താഴ്ത്തുകയും പൊക്കുകയും ഇതുപോലെ താഴ്ത്തുകയും പൊക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്നതിൻ്റെ ഭാഗങ്ങളിലേക്ക് കാറ്റ് കിട്ടത്തക്ക രീതിയിൽ നമ്മളതിനെ ചെരിച്ച് വെക്കണം. അങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും തിരിഞ്ഞ് കാറ്റ് നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് വാൾ ഫാനുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല വേനലും ചൂടും ഒക്കെ ആയതുകൊണ്ട് ഫാനില്ലാണ്ട് ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ മുറിയിൽ പോലും ഇരിക്കാൻ മേലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വാൾ ഫാന് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഏകദേശം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് തന്നെ നന്ദി, നമസ്കാരം. ഓക്കെ.